മനുഷ്യന്റെ നരക ജീവിതം സാത്താന്റെ വിജയമല്ല, മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഹോളി ഫാമിലി യൂണിറ്റ് സ്നേഹപുരസ്സരം സമർപ്പിക്കുന്നു അടയാളങ്ങൾ. അതിഭയാനകമായ അന്ധകാര ശക്തികളെ ആവാഹിച്ചെടുക്കുന്ന ദൃശ്യം നിദ്രയിലമരുന്ന സമയം അസ്ഥികൾ പ്രകമ്പനം കൊള്ളുമാറ് സ്വയവും രീതിയും ഉളവാക്കുന്ന തന്ത്രങ്ങൾ പഠിച്ച് നേടിയെടുത്ത ശക്തിയാണ് ഇന്നു ഞാൻ മനസ്സിലാക്കി. എന്റെ വെളികളൊന്നും അവിടുത്തെ പ്രീതിപ്പെടുത്തുന്നില്ല. മനുഷ്യരത്വം ഇഷ്ടപ്പെടുന്ന പരദേവതകളെ ഞാൻ ഇനിയും നരബലികൾ ചെയ്യേണ്ടിയിരിക്കും. അതിശക്തമായ നരബലികൾ. അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ വളരെയധികം വിഷമിക്കുന്നു. എന്റെ പൂർവ്വ പിതാക്കന്മാർ വഴി എന്നിലേക്ക് ആവാഹിച്ച് കിട്ടിയ ആ ശക്തി ചോർന്നു പോകുന്നതായി ഞാൻ അറിയുന്നു. പക്ഷേ നിനക്കറിയാമോ, വർഷങ്ങൾക്ക് മുൻപ് എന്റെ പിതാവിന് വേണ്ടി ഋഷിയുടെ ഇടയിലേക്ക് ഞാൻ പോകുമായിരുന്നു. ഇവിടെ കടന്നതിൽ ഏറ്റവും സുന്ദരിയായ ഒരു കുട്ടിയെ കൊണ്ടുവരും. ഞാൻ ഓർക്കുന്നു, ഏതാലയങ്ങൾ തുറക്കുന്ന ആ ഭീകരരാവിൽ ആ കുട്ടിയെ ബലിയർപ്പിച്ച് രക്തം ദേവതകളുടെ പ്രീതിക്കായി നിൽക്കും. ഇതിന് സമയമായിരിക്കുന്നു. അതിനുവേണ്ടി ഈ കുടുംബത്തിലെ എല്ലാവരും കെട്ടാൻ നിൽക്കണം. എന്റെ അഭിപ്രായം വന്നുകൂടാ. പക്ഷേ നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെ എല്ലാവരും നിർമ്മിച്ചു നിൽക്കുമെന്ന്? ഞാൻ അറിയുന്നുണ്ട്. നിന്റെ ആ മകൻ നമ്മുടെ നാശം സൗകാംക്ഷിക്കുന്ന ഒരു പുതിയ രക്ഷകനെ വിളിച്ചപേക്ഷിക്കുന്നു. അവളുടെ രക്ഷകൻ അപ്പ വലിയ ദേഷ്യത്തിലാണ് മോള്. അമ്മ തരാട്ടോ. എനിക്കെന്ത് ശാപമാണോ കിട്ടിയത്? ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചിട്ട് മനുഷ്യൻ മതിയായിരുന്നു. അമ്മ മരിക്കാൻ പോവാ. അമ്മ മരിക്കാൻ പോവാ. എന്നെ കൂടെ കൊണ്ടുപോകാൻ നീ മിണ്ടരുത്. നിന്നെ ഞാൻ ചങ്ങലക്കിടുവല്ലേ. അമ്മയെ കൊണ്ടു തുടങ്ങിയോ? അമ്മേ, ചേച്ചിക്ക് എന്താ പറ്റിയത്? ചേച്ചി അമ്മന്റെ മന്ത്രങ്ങളെല്ലാം സേവിച്ചു തുടങ്ങിയോ? അവന്റെ പ്രാന്താ മോനെ. നീ അതൊന്നും കാര്യമാക്കണ്ട. അതല്ല, നിങ്ങളിതുവരെ എവിടെയായിരുന്നു? ഞങ്ങൾ ആ ശോഭറമ്പിൽ പഠിച്ചു നടക്കുകയായിരുന്നു. അവിടുന്ന് കിട്ടിയതാ എനിക്ക് തലയോട്ടി. ഇത് ആരുടെ തലയാമേ? ഓ, നമ്മുടെ പിതാക്കന്മാർ വേലിമടുത്ത മനുഷ്യരുടെ തലകളാണ് അത് മുഴുവനും. നിങ്ങൾ അതൊന്നും എടുത്ത് കളിച്ച് നടക്കണ്ട കേട്ടോ. വയർ പൊട്ടിപ്പോകുന്നു. കഴിക്കാൻ പറ്റുമോ? വിശക്കുന്നോ? അമ്മ ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. ഇതാക്കളെ ഭക്ഷണം വെളിപ്പറയിലൊന്നും ഇടയാൻ കേട്ടോ. അയ്യോ പൊട്ടിയ അമ്മ. അയ്യോ എന്നെ പഠിപ്പിച്ചു തരുമോ? എനിക്കും അപ്പനെ പോലെ ഒരു വലിയ മന്ത്രവാദിയാകണം. ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ മന്ത്രവാദി.
എന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഒരു മകനെങ്കിലും ഉണ്ടല്ലോ. എവിടെയാ നിന്റെ ചേട്ടന്മാർ? അവരെല്ലാം അകത്തുണ്ട്. ഞാൻ പോയി അവരെ ഇങ്ങോട്ട് പറഞ്ഞോളാം. ാണെന്റെ പ്രതീക്ഷ. നിങ്ങളറിയാൻ ഞാനൊരു കാര്യം പറയാം. നമുക്ക് ശക്തി പകരാൻ ദേവതകൾ ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടതൊന്നും മാത്രം ഇല്ല. അതിന് സമ്മതിക്കില്ല. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഇത്രയും കാലം പൈശാചിക ശക്തികൾക്കൊപ്പം ജീവിച്ച് എന്ത് നേടി? ഇവരാണ് ശത്രു. ഇയാളുടെ നാശത്തിന് കാരണം. എന്നെ ഞാനില്ലാതാക്കും. എന്നെ തടസ്സപ്പെടുത്തരുത്. എന്റെ പിതാക്കന്മാർക്ക് വേണ്ടി ഞാനത് ചെയ്യും. എല്ലാം ഞാൻ സഹിച്ചു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ ഞാൻ സഹിച്ചാൽ എന്തിരിക്കുന്നു? പിശാചിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്നും സാധാരണ സന്തതികളിൽ നിന്നും എന്നെ ഭയപ്പെടുത്താനാവില്ല. നാശം നിന്റെ അന്ത്യമെടുത്തു. നിന്നെ കുഴിമാടത്തിലേക്ക് എടുക്കുന്ന ദിവസം ആ ദിവസമായിരിക്കും എന്റെ ജീവിതത്തില് ഏറ്റവും സന്തോഷമുള്ള ദിവസം. ഞാൻ കാണട്ടെ അവന്റെ രക്ഷകന്റെ ശക്തി. എനിക്ക് വേണ്ടതൊന്നു മാത്രം അത് ചെയ്തു തരണം. ഗ്രാമത്തിൽ പോയി ഒരു സുന്ദരിയായ കുട്ടിയെ കൊണ്ട് മനുഷ്യരുടെ മുന്നിൽ അദൃശ്യരായിരിക്കും. നമ്മുടെ ശക്തിക്ക് വേണ്ടി, നമ്മുടെ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ ദൈവമേ, എന്റെ ശരീരം വിറയ്ക്കുന്നു. എന്നെ ഭയപ്പെടുത്താനാവില്ല. എന്റെ കർത്താവേ, പിശാചിന്റെ ശക്തിയിൽ നിന്നും ഈ കുടുംബത്തെ രക്ഷിക്കണേ, രക്ഷിക്കണേ. ബലിയർപ്പിക്കുന്ന സമയം ഞാൻ ശക്തിയാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാൻ സാത്താന്റെ ശക്തിയുടെ മേൽ വിജയം വരിക്കാൻ കഴിവുള്ളവനായ എന്റെ കർത്താവ്, ഈ ഭവനത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ ദൂതൻ, സാത്താന്റെ ശക്തിയെ തകർക്കാൻ കഴിവുള്ളവൻ. നിന്റെ ശക്തിയെ ഞാൻ നശിപ്പിക്കും. ഈ കുരിശിന്റെ ശക്തിയാൽ ഈ ഭവനത്തെ ഞാൻ രക്ഷിക്കും. സ്വർഗീയ പിതാവേ, എന്റെ രക്ഷകനായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ ഈ ഭവനത്തെ അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ.
പരിപൂർണ സൗഖ്യം നൽകണമേ. അങ്ങയുടെ ദിവ്യ സ്പർശനം